ഹായ് ഹലോ, ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഈ ചിങ്ങ ഒന്നാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടാണ് കേട്ടോ. അപ്പോൾ ചിങ്ങ ഒന്നാകുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങ ഒന്ന്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ഈ മുടി കെട്ടാനാട്ടോ. ഇപ്പം മുടിയെല്ലാം കൊഴിഞ്ഞതുകൊണ്ട് അങ്ങോട്ട് എത്ര കെട്ടിയാലും എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ അമ്പാടിപ്പൊന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പാടിപ്പൊന്നോട് ഞാൻ പറയുമായിരുന്നു പെട്ടെന്ന് പോയി റെഡിയാവ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ മുടി വെട്ടി കേട്ടോ. അതായി ഷോ കാണിക്കുന്നത് അവിടെ നിന്നോണ്ടേ. ഞാനാണെങ്കിൽ രാവിലെ തന്നെ റെഡിയായേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. പിന്നെ രാവിലെ തന്നെ ഞാൻ ആമിക്കുഞ്ഞിന് കുറുക്ക് കാച്ചി വെച്ച് കേട്ടോ. അത് കൊടുക്കാനുള്ള തന്ത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്താണെങ്കിൽ ഗംഭീരം വരും. അപ്പം തന്നെ മനസ്സിലൊരു വല്ലായ്മ വന്നു കേട്ടോ. കാരണം തൊഴുതു മാറണമല്ലോ. മണ്ണാർശാല, പിന്നെ മുരുകൻ്റെ അമ്പലം, പിന്നെ ഹനുമാൻ ക്ഷേത്രം, വലിയകുളങ്ങര, അങ്ങനെ 1-2 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ സ്ഥിരം പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തൊഴണമെന്നും പറഞ്ഞിട്ടുള്ള ആഗ്രഹത്തിൽ പോയതാണേ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കൊടുത്ത് തീർത്തില്ല കേട്ടോ. ഒരു 5-6 സ്പൂണ് കുടിച്ച് അത്രേ കഴിച്ചിട്ടുള്ളേ. പിന്നെ ഞാൻ ഓർത്ത് ഞാൻ തന്നെ സ്വലാമിട്ട് രക്ഷയില്ല. പിന്നെ ഞാൻ ഒരുക്കി അങ്ങ് കൊണ്ടുപോയായിരുന്നു കേട്ടോ. ഞാൻ അന്നേരം പിണങ്ങി കേട്ടോ. ആ ഡയലോഗാണ്, ഞാൻ കഴിക്കുന്നുണ്ടേ വാ, കഴിക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇങ്ങ് പോരേ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നേ. അങ്ങനെ പിന്നെ വേണ്ട ഒരു 5-6 സ്പൂണൊക്കെ കുടിച്ച്. കാരണം നമുക്ക് തിരിച്ചു വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലോ. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു സമാധാനം ഉണ്ടല്ലോ. ആളുടെ വയറ് നിറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ആ കുഴപ്പമില്ല എന്ന്, അല്ലെങ്കിൽ പിന്നെ അലമ്പാണല്ലോ. അങ്ങനെ അമ്പാടിപ്പൊന്നും റെഡിയായി. രാജേട്ടൻ പിന്നെ നേരത്തെ റെഡിയായി കേട്ടോ. നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ടിരിക്കുവേ. പിന്നെ ഡ്രസ്സ് വീട്ടിലിടുന്ന ആദ്യം എടുക്കും. പിന്നെ ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടേ ആൾ ഒരുങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആമിക്കുഞ്ഞിൻ്റെ സ്ഥിരം സീറ്റ് ഇവിടാണ്. ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാലയിൽ. അല്ലെങ്കിൽ പിന്നെ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ തെറിച്ചാലോ എന്നുള്ള പേടി കാരണം. പുറകിലാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും അവൾ അവിടെ ഇരിക്കത്തില്ല കേട്ടോ. രാജേട്ടനെയും അവിടെ ആ രാജേഷൻ്റെ തോളയിലും ഇരിക്കണം, അല്ലെങ്കിൽ ഇപ്പുറത്ത് അമ്പാടിമോനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മണ്ണാർശാല അമ്പലത്തിലെത്തി കേട്ടോ. ചിങ്ങ ഒന്നിൻ്റെ എല്ലാ തിരക്കും അവിടെ ഉണ്ടായിരുന്നേ. ഇത്രയും മഴയാന്നുള്ള ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നേ. അത്രയ്ക്ക് തിരക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ നമ്മളെല്ലാം തൊഴുത് ഗൈസ് ഒരു വിധം നമ്മൾ ആ മെയിൻ ഭാഗം തൊഴുതിറങ്ങി കേട്ടോ. തൊഴുതിറങ്ങി കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് ഈ മണ്ണാർശാല അമ്പലത്തിൽ. നാണ്ട ഇവിടം വരെ അങ്ങോട്ട് എത്തിയതുമല്ല, തൊഴുതങ്ങോട്ട് മാറുമല്ല. എൻ്റെ ദൈവമേ, കൊട്ടിക്കൊണ്ട് പെയ്യുന്ന മഴ അങ്ങോട്ട് പെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി കേട്ടോ. അത്രയ്ക്ക് മഴയായിരുന്നേ. ഇതാ മഴ ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞ പാടെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ. അങ്ങനെ ഞാൻ അവിടെ പിള്ളേരെയും രാജേഷനെയും കൂടെ നിർത്തിയിട്ട് ഞാൻ മഴ നനഞ്ഞിട്ട് കുറച്ചും കൂടെ തൊഴാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലായിടവും പോയി തൊഴുതാ. മഴ നനഞ്ഞ് തന്നെ ഞാൻ എല്ലായിടവും പോയി തൊഴുതേ. അങ്ങനെ തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രാജേട്ടൻ പിന്നെ ഒരു വിധത്തിൽ രാജേട്ടൻ പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാമെങ്കിൽ രാജേട്ടൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്നേ. അങ്ങനെ ഞാനും അമ്പാടിപ്പൊന്നും ആമിക്കുഞ്ഞും കൂടെ അവിടെ വന്ന് നിന്ന് കേട്ടോ. അത് പിന്നെ അവിടെ ആ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് നമുക്ക് ഓടിക്കയറാവുന്ന ദൂരമേ ഉള്ളായിരുന്നേ. അപ്പോൾ പിന്നെ ഞാനിങ്ങ് ഓടിക്കയറി കേട്ടോ. ഇതൊക്കെ അമ്പാടിമോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് പറയാം, അമ്മേ ഞാൻ ഇതൊക്കെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി എടുത്തതാണേ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ കുത്തുപണികളൊക്കെ കാണാൻ. നല്ലൊരു നാഗരാജാവും ശിവലിംഗവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നേ. ഈ മഴ കാരണം കയറി നിൽക്കുന്നവരാണ് കേട്ടോ ആ കാണുന്നതെല്ലാം. ഞാൻ നിൽക്കുന്നിടത്തും അതിൻ്റെ അപ്പുറത്ത് കുറേ കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ എല്ലാം കയറി നിൽക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ രാജേട്ടൻ വണ്ടിയായിട്ട് നേരെ മെട്രോയിലാണ് കൊണ്ടുവന്ന് ചവിട്ടിയത്. സർപ്രൈസായിട്ട് കൊണ്ടുവന്ന് ചവിട്ടുമായിരുന്നേ. അങ്ങനെ എനിക്കൊരു 3 ടോപ്പൊക്കെ വാങ്ങിച്ചു തന്ന് രാജേട്ടൻ ഹാപ്പി ആയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ടോപ്പ് വാങ്ങിച്ചപ്പോഴത്തേക്കിന് ആമിക്കുഞ്ഞിന് ഒന്നും വാങ്ങിച്ചില്ലെന്നും പറഞ്ഞ് ആമിക്കുഞ്ഞ് അങ്ങോട്ട് ബഹളം തുടങ്ങി. അമ്പാടിപ്പൊന്നും പിന്നെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അവൾക്കൊരു ടോപ്പും ഒരു ഷോർട്ട്സും വാങ്ങിച്ച്. അപ്പോൾ പിന്നെ നമ്മുടെ അമ്പാടിപ്പൊന്നിനെ എനിക്ക് സങ്കടമല്ലേ, അവൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും. അങ്ങനെ പിന്നെ അവനും 2 ടീഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടോപ്പ് അതായിരുന്നു. ഇപ്പോൾ ഇത് 2ാമത്തെ ടോപ്പാണേ. അത് കഴിഞ്ഞ് 3ാമത്തെ ടോപ്പ്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു, ഒന്നും ചെയ്യണ്ടായിരുന്നേ. കൈക്ക് മാത്രം ഒരു ഇച്ചിരി ലൂസേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അതപ്പോൾ രാജേട്ടൻ വന്ന് ഇതിട്ടുകൊണ്ട് രാജേഷൻ്റെ വീട്ടിൽ പോകണമായിരുന്നു ഉച്ച കഴിയുമ്പോഴേ. രാജേഷൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പരാസ്തുല്യം ഉണ്ടായിരുന്നു. പിന്നെ 2-3 പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഊണുമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. ചോറിന് ചൂരക്കറിയും പിന്നെ മെഴുക്ക് വരട്ടി, പിന്നെ തൈര്, അച്ചാർ, അങ്ങനെ ഉള്ള ഐറ്റംസേ ഉള്ളായിരുന്നേ. അങ്ങനെ നേരെ പോയി
പിന്നെ രാത്രിയായി കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കിന്. അപ്പോൾ നമുക്ക് മണ്ണാർശാല അമ്പലം മാത്രമേ തൊഴാൻ പറ്റുള്ളൂ, മഴ കാരണം വേറെ എങ്ങും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ പിള്ളേരുള്ളത് കൊണ്ടാണ്, നമുക്കാണെങ്കിൽ പിന്നെ മഴ അങ്ങ് നനയാം, ഇതാകുമ്പോഴത്തേക്കിനും പിള്ളേരെയും കൊണ്ട് നടക്കത്തില്ലല്ലോ. അങ്ങനെ വല്യോളങ്ങര അമ്പലത്തിൽ പോയില്ലായിരുന്നല്ലോ. വല്യോളങ്ങര അമ്പലത്തിൽ പോകാത്തതുകൊണ്ട് മനസ്സിലെന്തോ ഒരു ഭയങ്കര സങ്കടമായിരുന്നേ. അങ്ങനെ പിന്നെ രാവിലെ തന്നെ ആമിക്കുഞ്ഞിന് രാവിലെ തന്നെ അങ്ങ് ഫുഡ് കൊടുത്ത്, അത് കഴിഞ്ഞ് അമ്പാടിമോനെ സ്കൂളിൽ കൊണ്ട് വിടണമല്ലോ, സ്കൂളിലല്ല ഒരു 1.5 കിലോമീറ്റർ അപ്പുറം കൊണ്ടുവിടണം. അങ്ങനെ ഞാൻ അമ്പാടിപ്പൊന്നിനെയും കൊണ്ടുവിട്ട്. അപ്പോൾ ആമിപ്പൊന്നിനെ ഞാൻ കൊണ്ടുപോയില്ല, വീണ്ടും മഴ എന്നെ ചതിച്ചാലോ എന്നുള്ള പേടി കാരണം. അപ്പോൾ ആമിക്കുഞ്ഞിന് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ട് ഞാൻ രേഷ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അമ്പാടിമോനെയും കൊണ്ട് പോയത്. അങ്ങനെ അമ്പാടിമോനെ കൊണ്ട് വിട്ടിട്ട് ഞാൻ നേരെ വല്യോളങ്ങര അമ്പലത്തിൽ വന്ന് തൊഴുത് കേട്ടോ. അങ്ങനെ അത് തൊഴുത് കഴിയുമ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നത്. അങ്ങനെ നേരെ വന്നിട്ട് പിന്നെ പ്രസാദം എല്ലാം തൊട്ട് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ കവറാട്ട് അമ്പലത്തിൽ പോകണമായിരുന്നേ. കവറാട്ട് അമ്പലത്തിൽ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാൻ പോകാറുണ്ട് കേട്ടോ. ശിവഭഗവാനാണേ. അങ്ങനെ അവിടെ പോയി തൊഴുത് പൂജകളുമൊക്കെ കഴിച്ച് അർച്ചനകളൊക്കെ കഴിച്ച്. അന്ന് അമ്പാടിമോൻ എക്സാം ഉള്ള ദിവസവും കൂടെ ആയിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അമ്പാടിമോനും കണ്ടേനെ എൻ്റെ കൂടെ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം പോയത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അന്നദാനം നടക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ നേരെ പോയി തൊഴുത് ഇപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അന്നദാനം തീർന്നായിരുന്നു. കാരണം ഞാൻ വല്യോളങ്ങര തൊഴുതത് കൊണ്ടാണ് ഇവിടെ താമസിച്ചത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അന്നദാനം കഴിച്ചിട്ടേ വരത്തുള്ളായിരുന്നു. കഞ്ഞിയും പയറും ആ സ്ഥിരം കഞ്ഞിയും പയറും അച്ചാറുമാണ് അവിടെ രാവിലെ കിട്ടുന്നത്, എന്നും രാവിലെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ടെക്നിക്കൽ സ്കൂളിലെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം രാവിലെ വന്ന് എനിക്ക് തോന്നുന്നു എന്നും അവർ ഇവിടുന്ന് നിന്നാന്ന് തോന്നുന്നു കഞ്ഞി കുടിക്കുന്നത്. ഒത്തിരിയും പിള്ളേർ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോകുന്നത് കണ്ടേ. അപ്പോൾ പിന്നെ എൻ്റെ ഈ പ്രാവശ്യത്തെ പതിവൊക്കെ തെറ്റിയത് കൊണ്ട് ഇപ്രാവശ്യം എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല കേട്ടോ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കിന്. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് ആമിക്കുഞ്ഞിൻ്റെ ഒരു ബഹളം തന്നെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ നെറ്റിയിൽ ഒത്തിരി കുങ്കുമം കിടക്കുന്നു. അപ്പം ഞാൻ എവിടെയൊക്കെയോ പോയി. അപ്പോൾ ആമിക്കുഞ്ഞ് കരയാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പാടിച്ചേട്ടനെ കൊണ്ട് വിടുവാന്ന് പറഞ്ഞ് പോയതുകൊണ്ടാണ് കേട്ടോ ആമിക്കുഞ്ഞ് കരയാഞ്ഞത്. അല്ലെ പിന്നെ എന്നെ ഒറ്റയ്ക്ക് വിടാറില്ലല്ലോ. അപ്പം ഞാൻ ചന്ദനമൊക്കെ എൻ്റെ നെറ്റിക്ക് കിടക്കുന്നു. അപ്പം ഞാൻ എവിടെയൊക്കെയോ പോയി. അപ്പം പിന്നെ പുള്ളിക്ക് പിന്നെ ഞാൻ എല്ലാം എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ട് സംതൃപ്തിപ്പെട്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ കാണാവേ. ടാറ്റാ.